Good morning, all. Today we are going to discuss barriers to communication. Barriers means obstacles. അല്ലെ നമ്മൾ പറയാറുണ്ട് തടസ്സങ്ങൾ അല്ലെ അപ്പം there are many barriers or obstacles to communication. Let us discuss one by one. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷനെ ബ്രേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സക്സസ് ആവാതിരിക്കാൻ ആ, കാരണമാവുന്ന അല്ലെ ചില ഫാക്ടേഴ്സ് ഉണ്ട്. നോക്കാം നമുക്ക് ഏതൊക്കെയാണ് അതിന്റെ ഓബ്സ്റ്റക്കിൾസ്, ഏതൊക്കെയാണ് തടസ്സങ്ങൾ, ഏതൊക്കെയാണ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ദി കോഡ്. കോഡ് മീൻസ് ലാംഗ്വേജ് അല്ലെ. ലാംഗ്വേജ് തന്നെ പലപ്പോഴും എന്താവാറുണ്ട്, കമ്മ്യൂണിക്കേഷനെ ബ്രേക്ക് ചെയ്യാൻ കാരണമാവാറുണ്ട്, അല്ലെങ്കിൽ സക്സസ് ആവാതെ പോവാൻ കാരണമാവാറുണ്ട് അല്ലെ. എങ്ങനെയാണ് ലാംഗ്വേജ് ബാരിയറായി മാറാറുള്ളത്? ലാംഗ്വേജ് ക്യാൻ ബി എ ബാരിയർ ബിറ്റ്വീൻ ദ അഡ്രസ്സർ ആൻഡ് ദി അഡ്രസ്സി അല്ലെ. സ്പീക്കർ, ലിസണർ അല്ലെ. അപ്പൊ അവർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു എക്സ്ചേഞ്ച് ആണ് ഈ ബിറ്റ്വീൻ ആർക്കിടയിൽ, സ്പീക്കർ ആൻഡ് ദി ലിസണർ അല്ലെ, അല്ലെങ്കിൽ അഡ്രസ്സർ ആൻഡ് അഡ്രസ്സി. അപ്പൊ ആ ഒരു എക്സ്ചേഞ്ച് പലപ്പോഴും എന്താവാറില്ല, പ്രോപ്പർ ആവാറില്ല, സക്സസ്ഫുൾ ആവാറില്ല. എപ്പോഴാണ് സക്സസ് ആവാതെ പോവുക? ദി അഡ്രസ്സർ മെ നോട്ട് നോ ദി ലാംഗ്വേജ് ഓഫ് ദി അഡ്രസ്സർ അല്ലെ. അഡ്രസ്സി മെ നോട്ട് നോ ദി ലാംഗ്വേജ് ഓഫ് ദി അഡ്രസ്സർ അല്ലെ. അഡ്രസ്സറും അഡ്രസ്സിയും അല്ലെങ്കിൽ സ്പീക്കർ ആൻഡ് ലിസണർ അല്ലെ, അവർക്കിടയിൽ എന്താവാതെ പോവുക, ആ ഒരു ലാംഗ്വേജ് പരസ്പരം അറിയാതെ പോവുക എന്ന് പറഞ്ഞാൽ സ്പീക്കർക്ക് അല്ലെങ്കിൽ സ്പീക്കറുടെ ലാംഗ്വേജ് ആർക്ക് മനസ്സിലാവാതെ പോവുക, ലിസണേഴ്സിന് അറിയാതെ പോവുക എന്ന് പറഞ്ഞാൽ രണ്ടാളും സംസാരിക്കുന്ന ലാംഗ്വേജ് രണ്ട് ലാംഗ്വേജ് ആയിട്ട് മാറുക അല്ലെ. ഇൻ സച്ച് എ സിറ്റുവേഷൻ കമ്മ്യൂണിക്കേഷൻ വുഡ് നോട്ട് ബി സക്സസ്ഫുൾ അല്ലെ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം, ലാംഗ്വേജ് ബാരിയർ ആണ്, പരസ്പരം കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവില്ല. കാരണം സ്പീക്കറുടെ ലാംഗ്വേജ് ആർക്കറിയില്ല, ലിസണർക്ക് അറിയില്ല അല്ലെ. അപ്പം ലാംഗ്വേജ് ക്യാൻ ബി എ ബാരിയർ ബിറ്റ്വീൻ ദി സ്പീക്കർ ആൻഡ് ലിസണർ. സെക്കൻഡ് വൺ, ലാംഗ്വേജ് ഡിഫറൻസസ് അല്ലെ. ലാംഗ്വേജ് വേരിയേഷൻസ് അല്ലെ. ഇവിടെ ലാംഗ്വേജ് ഡിഫറൻസസ് മീൻസ് ലാംഗ്വേജ് വേരിയേഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. വേരിയേഷൻസ് മീൻസ് ചേഞ്ചസ് ഉണ്ടായിരിക്കും അല്ലെ. സെയിം ലാംഗ്വേജ് ആണെങ്കിലും നമുക്കറിയാം, മലയാളം ലാംഗ്വേജ് ആണെങ്കിൽ തന്നെ കേരളത്തിൽ തന്നെ അതിന്റെ ഒരുപാട് വേരിയേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. റീജിയണൽ വെറൈറ്റീസ് ഉണ്ട് അല്ലെ. അപ്പോൾ ഒരു സ്ഥലത്തിനനുസരിച്ച് പിന്നെ മലയാളം പ്രൊനൗൺസിയേഷനിലും വേർഡ് മീനിങ്ങിലും ഒക്കെ ഡിഫറൻസ് വരുന്നുണ്ട് അല്ലെ. ഇതിനാണ് നമ്മൾ ലാംഗ്വേജ് ഡിഫറൻസസ് അല്ലെങ്കിൽ ലാംഗ്വേജ് വേരിയേഷൻസ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് വേരിയേഷൻ ഓൾസോ ക്യാൻ ബി എ ബാരിയർ. Variations or changes in pronunciation, intonation, accent, meaning, etc. also lead to confusion between sender and receiver. അല്ലെ. അപ്പോൾ ഈ ഒരു വേരിയേഷൻ, പ്രൊനൗൺസിയേഷനിൽ വരുന്ന വ്യത്യാസം, ടോണിൽ വരുന്ന വ്യത്യാസം, ആക്സെന്റിൽ വരുന്ന വ്യത്യാസം, അതുപോലെ തന്നെ വേർഡ് മീനിങ്ങിൽ വരുന്ന വേരിയേഷൻസ്, ഡിഫറൻസുകൾ, ഇതൊക്കെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. അത് മാത്രമല്ല, പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കില്ല, കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ചെയ്യുന്നതിന് കാരണമാവും. ഓക്കെ. ദ തേർഡ് വൺ, കൾച്ചറൽ ഡിഫറൻസ്. എങ്ങനെയാണ് കൾച്ചറൽ ഡിഫറൻസ് ഒരു ബാരിയറായി മാറുന്നത്, ഒബ്സ്റ്റക്കിൾ ആയിട്ട് മാറുന്നത്? ദ മീനിങ് ഓഫ് വേർഡ്സ്, സൈൻസ് ആൻഡ് സിംബൽസ് വേരീസ് ബേസ്ഡ് ഓൺ കൾച്ചറൽ ഡിഫറൻസസ്. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും വേർഡ് മീനിങ്ങുകൾ, അതുപോലെ തന്നെ സൈനുകളുടെ മീനിങ്, സിംബൽസുകളുടെ ഒക്കെ മീനിങ് എന്തിനനുസരിച്ച് മാറും? നമ്മുടെ കൾച്ചറിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും അല്ലെ. അപ്പം നമുക്ക് തന്നെ കാണാൻ പറ്റും, നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന വേർഡുകൾ അല്ലെ, നമ്മുടെ പിന്നെ കാലിക്കറ്റിൽ ഉപയോഗിക്കുന്ന വേർഡുകൾ ഒരു പക്ഷെ നമ്മൾ മലപ്പുറത്ത് പോയി ഉപയോഗിച്ചു കഴിഞ്ഞാൽ വേർഡിൽ വലിയ വ്യത്യാസം ഉണ്ടാവും അല്ലെ. ചിലപ്പം ഓപ്പോസിറ്റ് മീനിങ് ആയിരിക്കും, ചിലപ്പം അതൊരു പിന്നെ ടാബു വേർഡ് ആയിരിക്കും, നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത വേർഡ്സ് വരെ ആവാറുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മൾ ചില സൈനുകൾ, ചില സിംബലുകൾ അല്ലെ, നമ്മുടെ ബോഡി ലാംഗ്വേജ്, ചില മൂവ്മെന്റുകൾ അല്ലെ, ഇതൊക്കെ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മള് പലപ്പോഴും നമ്മൾ ആളുകൾ സംസാരിക്കുന്ന സമയത്ത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ ചില സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആരെങ്കിലും ഒരാള് പറയുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത് നോട്ട് ചെയ്യാറുണ്ട്, തല ഇങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ പതുക്കെ പിന്നെ അല്ലെ ആക്സെപ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ അതിനെ നമ്മൾ ഷേക്ക് ചെയ്യാറുണ്ട്.
ഹെഡ് ഷേക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ആ ഒരു സെയിം ആ ഒരു ലാംഗ്വേജ്, ബോഡി ലാംഗ്വേജ് പലപ്പോഴും പുറത്ത് പോയി കഴിഞ്ഞാൽ അതിന് റൂഡ് ബിഹേവിയർ ആയിട്ടാണ് ആളുകൾ കാണുന്നത് അല്ലെ. അപ്പം ആ ഒരു കൾച്ചറൽ ഡിഫറൻസസ് പലപ്പോഴും ക്രിയേറ്റ് ചെയ്യാറുണ്ട്. കാരണം വേർഡിന്റെ മീനിങ്ങും സിമ്പലുകളും സൈൻ്റെ ഒക്കെ മീനിങ്ങുകൾ അത് കൺവേ ചെയ്യുന്ന, സിഗ്നിഫൈ ചെയ്യുന്ന മീനിങ് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, വ്യത്യാസം വരാറുണ്ട് അല്ലെ. അപ്പം ആസ് എ റിസൾട്ട് ദ കമ്മ്യൂണിക്കേഷൻ may not be successful when two people from different cultural backgrounds talk to each other. അപ്പോൾ ആ ഒരു കൾച്ചറൽ ഡിഫറൻസസും പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും അല്ലെ. അൺഫെമിലിയർ കോൺസെപ്റ്റ്സ് അല്ലെ. പിന്നെ പലപ്പോഴും പ്രശ്നങ്ങൾ വരാറുള്ളത് ബ്രേക്ക് ചെയ്യാനുള്ള അനദർ റീസൺ ആണ് അൺഫെമിലിയർ കോൺസെപ്റ്റ്സ്. The unfamiliar concept also can be a barrier to effective കമ്മ്യൂണിക്കേഷൻ. അപ്പം നമുക്കറിയാൻ പറ്റും അൺഫെമിലിയർ കോൺസെപ്റ്റുകൾ അല്ലെ. ഇപ്പോൾ ടെക്നിക്കൽ ടേംസ് ആൻഡ് ജാർഗൺ വേർഡ് ഫ്രം പെർട്ടിക്കുലർ ഫീൽഡ് മെ നോട്ട് അണ്ടർസ്റ്റാൻഡ് ബൈ ഓൾ പീപ്പിൾ അല്ലെ. ഇപ്പം നമ്മൾ കുറെ ടെക്നിക്കൽ ടേമുകൾ ഉപയോഗിക്കാറുണ്ട്. ഈ കമ്പ്യൂട്ടർ സയൻസിലൊക്കെ ആണെങ്കിൽ, കമ്പ്യൂട്ടർ ഓറിയന്റഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും CPU, ഹാർഡ് ഡിസ്ക്, റാം, റോം അല്ലെ. ഇങ്ങനെ ഒരുപാട് ടെക്നിക്കൽ ടേമുകൾ ഉണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ടെക്നിക്കൽ ടേം എല്ലാ ആളുകൾക്കും മനസ്സിലാവണമെന്നില്ല അല്ലെ. ഒരു കമ്പ്യൂട്ടർ സയൻസും കമ്പ്യൂട്ടർ ഓറിയന്റഡ് ആയിട്ടൊക്കെ പഠിച്ച ആളുകൾക്ക് ആണെങ്കിൽ ടെക്നിക്കൽ ടേമുകളൊക്കെ കറക്റ്റ് ആയിട്ട് ഓർമ്മയുണ്ടാവും അല്ലെ. പക്ഷെ എന്നാൽ ഇത് അതുമായിട്ട് ഓറിയന്റഡ് അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, കോമൺ പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഈ ടേമുകൾ എന്താണ് അവർക്ക് ഫെമിലിയർ അല്ല, അവർക്ക് അറിയില്ല അല്ലെ. അപ്പൊ ഇത്തരത്തിൽ വരുന്ന ടെക്നിക്കൽ ടേമുകളും പലപ്പോഴും അല്ലെ, നമ്മൾ കോൺവെർസേഷനിൽ ഈ ടെക്നിക്കൽ ടേം ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ എന്താവില്ല, പ്രോപ്പർ ആവില്ല. കാരണം ആർക്ക് മനസ്സിലാവില്ല, റിസീവർക്ക് മനസ്സിലാവില്ല അല്ലെ, ലിസണർക്ക് മനസ്സിലാവില്ല അല്ലെ. അപ്പം ദ അൺഫെമിലിയർ കോൺസെപ്റ്റ് ഓൾസോ ക്യാൻ ബി എ ബാരിയർ ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ടെക്നിക്കൽ ടേംസ് ആൻഡ് ജാർഗൺ വേർഡ്സ് ഫ്രം എ പെർട്ടിക്കുലർ ഫീൽഡ് മെ നോട്ട് അണ്ടർസ്റ്റാൻഡ് ബൈ ഓൾ പീപ്പിൾ. നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ അല്ലെ. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് പ്രോപ്പറായിട്ട് അതിനെക്കുറിച്ച് കൺവിൻസ് ചെയ്യിക്കാനും നമുക്ക് പറ്റില്ല. അത് മാത്രമല്ല, കേൾക്കുന്ന ആളുകൾക്കും നിങ്ങൾ മനസ്സിലാവില്ല, കോൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലാവില്ല അല്ലെ. ഇഫ് വി ഹാവ് സഫിഷ്യന്റ് ബാക്ക്ഗ്രൗണ്ട് നോളജ് ഓൺ എനി ടോപ്പിക് ദാറ്റ് ഹെൽപ്സ് us ടു അണ്ടർസ്റ്റാൻഡ് വെരി ഈസിലി അല്ലെ. ഫോർ എക്സാമ്പിൾ നോക്കി നിങ്ങൾ, ഇപ്പൊ നമ്മൾ ഗാന്ധിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അല്ലെ, രണ്ടുപേര് സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും അദ്ദേഹം പാസ് ചെയ്യുന്ന ആ ഒരു മെസ്സേജ് എളുപ്പത്തിൽ തന്നെ ആർക്ക് മനസ്സിലാവും, പിന്നെ ലിസണർക്ക് മനസ്സിലാവും. കാരണം അദ്ദേഹത്തിന് അറിയാം ആര് ഗാന്ധി ആരാണ്, പിന്നെ ഗാന്ധിയുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, അദ്ദേഹം ലീഡിങ് പൊസിഷനിൽ എങ്ങനെയാണ് എത്തിയിട്ടുള്ളത് അല്ലെ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗാന്ധിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ടോപ്പിക് അവർ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ ഒരു ബ്രേക്ക് ഉണ്ടാവില്ല അല്ലെ. കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കും അല്ലെ, 100% സക്സസ്ഫുൾ ആയിരിക്കും അല്ലെ. അപ്പൊ നോക്ക്, അറ്റ് ദ സെയിം ടൈം ഇഫ് വി ഡോണ്ട് ഹാവ് ബാക്ക്ഗ്രൗണ്ട് നോളജ് ദ ടോപ്പിക് മേ മേക്ക് എനി സെൻസ്. ഇപ്പൊ ഒരു അറിയാത്തൊരു കാര്യത്തെ കുറിച്ച് നേരിട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ, ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ചിലപ്പോൾ നമ്മൾ പറയില്ല അവൻ എന്തൊക്കെയോ പറഞ്ഞൊരു കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല അല്ലെ. കാരണം എന്തിനെ കുറിച്ചാണെന്നും എങ്ങനെയാണ് സംസാരിക്കുന്നത്, അതിന്റെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അല്ലെ. അപ്പൊ ലാക്ക് ഓഫ് ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ അതും എന്തിന് കാരണമാവുന്നുണ്ട്, കമ്മ്യൂണിക്കേഷന് ബാരിയർ ആയിട്ട് മാറുന്നുണ്ട്. എഫക്റ്റീവ് ഫാക്ടേഴ്സ് നോക്ക്. എഫക്റ്റീവ് ഫാക്ടേഴ്സ് മീൻസ് എഫക്റ്റീവ് ഫാക്ടേഴ്സ് ആർ ഓൾസോ നോൺ ആസ് പേഴ്സണൽ ഫാക്ടേഴ്സ് അല്ലെ. പലപ്പോഴും നമ്മുടെ പേഴ്സണൽ ഫാക്ടേഴ്സ് എന്തിനെ ബ്രേക്ക് ചെയ്യാറുണ്ട്, സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷനെ ബ്രേക്ക് ചെയ്യാറുണ്ട്. ആങ്സൈറ്റി, ഫിയർ, ആറ്റിറ്റ്യൂഡ്, ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓൾസോ ക്യാൻ ബി കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് അല്ലെ. ഇപ്പൊ നമ്മൾ ആങ്ഷ്യസ് ആവുക കൂടുതൽ, അതുപോലെ തന്നെ ഫിയർ അല്ലെ, പേടിച്ചിരിക്കുന്ന സമയത്ത്, ആറ്റിറ്റ്യൂഡ് അല്ലെ. ചിലപ്പം നമുക്ക് കാണാൻ പറ്റും ചില ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ചില ആളുകളോട്, ടീച്ചേഴ്സിനോടൊക്കെ നമുക്ക് അത്ര താല്പര്യം കുറവാണെങ്കിൽ, ചില ടോപ്പിക്കിനോടൊക്കെ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല അല്ലെ, ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, ലാക്ക് ഓഫ് മോട്ടിവേഷൻ അല്ലെ. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരിക്കലും ലിസണിങ് അറ്റൻറ്റീവ് ആവില്ല അല്ലെ, ലിസണർ അറ്റൻറ്റീവ് ആവില്ല. അതുകൊണ്ട് തന്നെ എന്ത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവില്ല അല്ലെ, എന്ന് പറഞ്ഞാൽ സക്സസ് ആവില്ല. വേണ്ട രൂപത്തിൽ മെസ്സേജ് പാസ് ചെയ്യും, സെൻഡ് ചെയ്യും, റിസീവ് ചെയ്യലും നടക്കില്ല. നെക്സ്റ്റ് വൺ ആണ് ഫിസിക്കൽ എൻവയറമെന്റ്
അല്ലെ? നമ്മുടെ ഫിസിക്കൽ എൻവയറമെന്റ് മീൻസ് നമ്മുടെ ഒരു ചുറ്റുപാട് അല്ലെ? നോയ്സ് ആൻഡ് അതർ എൻവയറമെന്റൽ ഡിസ്റ്റർബൻസസ് ആൻഡ് ദ ഫിസിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അഡ്രസ്സർ ആൻഡ് അഡ്രസ്സി ലീഡ് ടു പുവർ കമ്മ്യൂണിക്കേഷൻ. അതുപോലെ തന്നെയാണ് സറൗണ്ടിങ്സിലൊക്കെ എന്തുണ്ടാവാറുണ്ട്? പലപ്പോഴും നോയ്സ്, ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാവുക അല്ലെ? അതുപോലെ തന്നെ ഡിസ്റ്റർബൻസ് ഉണ്ട്. ഫിസിക്കൽ ഡിസ്റ്റൻസ് അല്ലെ? ഫിസിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ആൻഡ് ദി റിസീവർ അല്ലെ? അപ്പൊ അവർക്കിടയിൽ വരുന്ന ലിസണർ സ്പീക്കർക്കിടയിൽ വരുന്ന ആ ഒരു ഡിസ്റ്റൻസും, അതുപോലെ തന്നെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ, സംസാരിക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ, ബസ് സ്റ്റാൻഡിലോ അല്ലെ, നിയർ ബൈ റെയിൽവേ സ്റ്റേഷനൊക്കെ ആണെങ്കിൽ പലപ്പോഴും എന്തില്ല, പിന്നെ വേണ്ട രൂപത്തിൽ കമ്മ്യൂണിക്കേഷൻ പരസ്പരം പാസ് ചെയ്യാനും കേൾക്കാനും പിന്നെ അറ്റൻറ്റീവ് ആവാനൊന്നും പറ്റില്ല അല്ലെ? അപ്പം ദീസ് ആർ ദി ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഓക്കെ, ലെറ്റ് us stop here. Okay, okay, bye.